അജയൻ്റെ രണ്ടാം മോഷണമെന്ന എ.ആർ.എമ്മിലൂടെ ചിത്രങ്ങളുടെ എണ്ണത്തിൽ അർദ്ധസെഞ്ചുറി തികച്ചിരിക്കുകയാണ് ടൊവിനോ തോമസ്. ഒന്നിനൊന്ന് വ്യത്യസ്തമായ 3 കഥാപാത്രങ്ങൾ. യോദ്ധാവായ കുഞ്ഞിക്കേളുവും മോഷ്ടാവായ മണിയനും മണിയൻ്റെ പേരക്കുട്ടിയും ഇലക്ട്രീഷ്യനുമായ അജയനുമായി ടൊവിനോയുടെ പകർന്നാട്ടം തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ കയ്യടി വാങ്ങുന്നു. പ്രേക്ഷകർക്കു നന്ദി. 12 വർഷം കഴിഞ്ഞു ഞാൻ സിനിമയിലെത്തിയിട്ട്. ഇപ്പോഴും ഞാൻ സിനിമയിൽ ഉണ്ടെങ്കിൽ അതിനു കാരണം പ്രേക്ഷകർ എന്നോട് കാട്ടിയ സമാനതകളില്ലാത്ത സ്നേഹം തന്നെയാണ്. നമ്മുടെ ക്രാഫ്റ്റിനെ കൂടുതൽ തേച്ചു മിനുക്കാനും കഥാപാത്രങ്ങൾക്കായി കൂടുതൽ കഷ്ടപ്പെടുവാനുമുള്ള ഊർജമാണ് ഈ സ്നേഹം. 50ാമത്തെ ചിത്രമായി എ.ആർ.എം എത്തുമ്പോൾ അതിനും വലിയ വിജയം തന്നെയാണ് പ്രേക്ഷകർ തന്നത്. ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് എനിക്ക് നന്നായി അറിയാം. വളരെ ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിൽ എത്തിയ ആളാണ് ഞാൻ. ഇന്ന് ഒരു സിനിമയിൽ 3 റോൾ ചെയ്യാൻ എനിക്ക് ധൈര്യം ലഭിച്ചതും പ്രേക്ഷകർ ഇത്ര നാളും നൽകിയ പിന്തുണ കൊണ്ട് തന്നെയാണ്. ശരീരം ഒരുക്കുന്നതിലും പ്രാധാന്യം എനിക്ക് തോന്നിയത് അഭിനയത്തിൽ തന്നെയാണ്. കാരണം 3 സ്വഭാവമുള്ള ആ 3 കഥാപാത്രങ്ങളും 3ആയി തന്നെ തോന്നണമായിരുന്നു. 3 തരത്തിലാണ് 3 കഥാപാത്രങ്ങളും കളരിപ്പയറ്റ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അടിയും വെട്ടും തടയുമെല്ലാം വ്യത്യസ്തം. ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 2024 അവസാനിക്കാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ടൊവിനോ തോമസിനായി അണിയറയിൽ ഒരുങ്ങുന്നത് ഒരുപിടി നല്ല ചിത്രങ്ങളാണ്. കാത്തിരിക്കാം ആ നല്ല മലയാള സിനിമകൾക്കായി.